അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയും മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അനൂപ് ജേക്കബ് എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അനൂപ് ജേക്കബ് പുതിയ മുഖമല്ല. നിയമസഭയിലും മന്ത്രി പദവിയിലും 4ാം തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. പിറവത്തു നിന്നാണ് 4ാം ജയം നേടി നിയമസഭയിലേക്ക് എത്തുന്നത്. വി ഡി സതീശൻ ക്യാബിനറ്റിൽ അദ്ദേഹം മന്ത്രി പദവി അലങ്കരിക്കും. മുൻപും മന്ത്രി പദവിയിലിരുന്ന അനുഭവ പരിചയമുണ്ട് അനൂപ് ജേക്കബിന്. പക്ഷേ സിവിൽ സപ്ലൈസ് വകുപ്പാണ് അദ്ദേഹം അന്ന് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിന്റെ അനുഭവ പരിചയം ഈ മന്ത്രിസഭയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. വി ഡി സതീശൻ ക്യാബിനറ്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു അനൂപ് ജേക്കബ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.